ആപ് കി ബാർ 400 പാർ. ഇത്തവണ 400 സീറ്റ് എന്ന അവകാശവാദം ഉയർത്തിപ്പിടിച്ചാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബി.ജെ.പിയും നരേന്ദ്രമോദിയും നേരിട്ടത്. 400 സീറ്റിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റാനാണ് ബി.ജെ.പിയുടെ പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ തുടങ്ങി പ്രതിപക്ഷ നേതാക്കളെല്ലാം ആഞ്ഞടിച്ചു. കൈവിട്ടുപോയെന്ന് കരുതിയിടത്തുനിന്ന് പ്രതിപക്ഷം തിരിച്ചു കയറിയത് അവിടെ മുതലാണ്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷമില്ല. മൂന്നാം മോദി സർക്കാർ കേവലം മുന്നണി ഭരണത്തിൽ ഒതുങ്ങി. അതോടെ ബി.ജെ.പിക്ക് ട്രാക്ക് മാറ്റിപ്പിടിക്കേണ്ടി വന്നു. തുടർന്നിങ്ങോട്ട് ഭരണഘടനയെ ചുറ്റിപ്പറ്റിയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ സഞ്ചാരം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വണങ്ങുന്ന കാഴ്ച രാജ്യം മുഴുവൻ കണ്ടു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷം 18ാം ലോക്സഭയുടെ കവാടം കടന്നത്. പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നുള്ള രാഹുലിന്റെ പ്രഥമ പ്രസംഗത്തിലും ഭരണഘടന മുന്നിട്ടു നിന്നു. ഇതോടെ അപകടം മണത്ത ബി.ജെ.പി ഇതിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തി. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം സ്പീക്കറായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഓം ബിർള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ബി.ജെ.പിയുടെ ഈ നീക്കം കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കി. അടിയന്തരാവസ്ഥയിൽ ഇരകളായവർക്ക് വേണ്ടി 2 മിനിറ്റ് മൗനം ആചരിക്കാനുള്ള സ്പീക്കറുടെ ആഹ്വാനത്തെ ഇന്ത്യ സഖ്യത്തിലെ CPIM അടക്കമുള്ള പാർട്ടികൾ അംഗീകരിച്ചതോടെ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലായെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രതിപക്ഷ സഖ്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കുന്നതിൽ അന്നത്തെ ദിവസം ബി.ജെ.പി വിജയിച്ചു. ഭരണഘടനയെ ഇരുട്ടിലാക്കി 1975-ൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയെ ഉയർത്തിക്കാട്ടി മോദി സർക്കാർ പാർലമെന്റിലും പുറത്തും പ്രതിരോധം തീർത്തു. രാഷ്ട്രപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ മുഴച്ചു തന്നെ നിന്നു. എന്നാൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മോദിയുടെയും അമിത്ഷായുടെയും പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. 1975-ൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ നിലനിർത്തുക. ഇതാണ് ബി.ജെ.പിയുടെ പുതിയ തന്ത്രം. ഇതിന്റെ ഭാഗമായി അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണഘടനാ സംരക്ഷണത്തെ ചൊല്ലി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര പോര് തുടരവെയായിരുന്നു കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉന്നമിട്ടുള്ള കേന്ദ്രത്തിന്റെ ഈ നടപടി. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഗസറ്റിലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ തീരുമാനത്തിനെതിരെ കടുത്ത ഭാഷയിൽ തിരിച്ചടിച്ച് കോൺഗ്രസും രംഗത്തെത്തി. ജൈവശാസ്ത്രപരമായല്ലാതെ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. നരേന്ദ്രമോദി നോട്ട് നിരോധിച്ച നവംബർ 8 ആജീവിക ഹത്യാദിനമായി ആചരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തിരിച്ചടിച്ചു. ജൂൺ 4 മോദി മുക്തി ദിനമാണെന്ന് പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ RJD, ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളും രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യം മോദിക്കുണ്ട്. ബി.ജെ.പി 400 കടക്കുന്നത് ഭരണഘടനയും അതുവഴി സംവരണവും അട്ടിമറിക്കാൻ എന്ന പ്രചാരണം ഇപ്പോഴും ബി.ജെ.പിയെ മുറിവേൽപ്പിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് കേന്ദ്രം ഇത് മറികടക്കാനുള്ള വഴികൾ തേടുന്നത്. മാത്രമല്ല, വരാനിരിക്കുന്ന UP, ഹരിയാന, ജാർഖണ്ഡ്, ഡൽഹി തെരഞ്ഞെടുപ്പുകളിലും ഭരണഘടന തന്നെയാകും പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണായുധം. ഇത് മുൻകൂട്ടി കണ്ടുതന്നെയാണ് ബി.ജെ.പിയുടെ ഈ നീക്കം എന്നത് വ്യക്തമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മോദി നടത്തിയ പ്രവർത്തനങ്ങൾ നേരത്തെയും സംഘപരിവാർ പ്രചാരണമാക്കിയിരുന്നു. ഇത് കൂടുതൽ സജീവമാക്കി നഷ്ടപ്പെട്ടുപോയ പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ് മോദിയുടെ ശ്രമമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.